ഇതാണ് കിണറിന്റെ സ്ഥാനം. സ്ഥാനമുറച്ചപ്പോ പെലുവാപക്ഷി ചിലച്ച് സ്ഥാനം ശരി തന്നെയെന്ന് അറിയിച്ചു. പരദേവതയോടും കുലദൈവങ്ങളോടും പാതാള ദേവതകളോടും അനുമതി വാങ്ങി സ്വപ്നഭൂമിയിലെ കിണറ് ഞാനിവിടെ കുഴിക്കുക. വേണ്ട, ഈ സ്ഥാനത്ത് കിണർ കുഴിക്കണ്ട. വേറൊരിടം കണ്ടുപിടിക്കണം. എന്തേ? കാര്യമുണ്ട്. അത് തന്നെ, പൗർണമി കഴിയും മുമ്പേ ഇനി ഒരു സ്ഥാനം നിർണയിക്കണം. എനിക്ക് പറ്റില്ല. ഈ വേദപുസ്തകത്തെയും അച്ഛന്റെ പണിയായുധങ്ങളെയും അമ്മ തന്ന പൂജാവസ്തുക്കളെയും ധിക്കരിക്കാൻ എനിക്ക് പറ്റില്ല. പെലുവാപക്ഷിയുടെ രൂപത്തിൽ നല്ല വൃത്താന്തം അറിയിച്ച പ്രകൃതേശ്വരുടെ ആശീർവാദം അവഗണിക്കാനും എനിക്ക് പറ്റില്ല. ഈ സുന്ദര കില്ലാടി ഈ സ്വപ്നഭൂമിയിൽ ഒരു കിണർ കുഴിച്ചാൽ അത് അവിടെയായിരിക്കും, അവിടെ മാത്രം. ആരെന്തൊക്കെ പറഞ്ഞാലും അതിലൊരു മാറ്റമില്ല. കൃത്യം അതേ സ്ഥാനത്ത് തന്നെ മുമ്പൊരു കിണർ കുഴിച്ചതാ. 60 വർഷങ്ങൾക്ക് മുമ്പ് സർക്കാരിന്റെ ആജ്ഞയും കോടതിയുടെ ഉത്തരവുമായി വന്ന ഒരു തഹസിൽദാര് കുഴിക്കല്ലേ കുഴിക്കല്ലേ എന്ന് അന്നിവിടെ ഉള്ളവർ കരഞ്ഞു പറഞ്ഞതാ. കേട്ടില്ല. അന്ന് ഇതുപോലെ സ്ഥാനം നിശ്ചയിച്ചത് കല്ലുശ്ശേരിക്കാരൊരു മേസ്ത്രിയായിരുന്നു. തുടക്കം മുതലേ ദുശകനങ്ങൾ. 45 കോല് കുഴിച്ചു എന്നപ്പോ മണ്ണിടിഞ്ഞു, ഭൂമി ഇളകി, പിന്നെ അതൊരു ഭൂമികുലുക്കമായി മാറി. കിണർ കുഴിക്കാൻ സഹായിച്ച സ്വപ്നഭൂമിയിലെ 17 ചെറുപ്പക്കാരും മണ്ണിടിഞ്ഞു വീണു മരിച്ചു. ഇടിഞ്ഞു വീണ മണ്ണിനടിയില് ആ സ്ഥാനത്ത് ഇപ്പോഴും കിടപ്പുണ്ട് കല്ലൂശ്ശേരിക്കാരൻ മേസ്ത്രി. ആ കിണറ് മണ്ണിട്ട് മൂടിയതിനു ശേഷമാണ് ഭൂകമ്പം നിന്നത്, രോഗം ശമിച്ചത്, എല്ലാം ശാന്തമായത്. അന്ന് മരിച്ചവരെ അവിടെയാണ് അടക്കം ചെയ്തിരിക്കുന്നത്. അവരുടെ നെഞ്ചത്തു കൂടി തന്നെ ഇനിയൊരു കിണർ കുഴിക്കണോ? ഈ നാശം പിടിച്ച സ്ഥലത്ത് നിന്ന് രക്ഷപ്പെടാൻ ഇതേ ഒരൊറ്റ മാർഗമുള്ളൂ. ഇവിടെ തന്നെ കുഴിക്കുന്ന കടുംപിടുത്തം പിടിച്ചോ, എന്നാ നമുക്ക് രക്ഷപ്പെടാം. വാസന വേറെ പണി നോക്കണം. 17 അല്ല 17,000 പേരോട് ചത്ത് കിടപ്പുണ്ടെങ്കിലും ഞാൻ അവിടെ കുഴിക്കൂ. അത് ഉറപ്പാ. മറ്റെവിടെയെങ്കിലും കിണറിന് സ്ഥാനം നോക്കണെങ്കിലേ മറ്റേതെങ്കിലും മേസ്ത്രിയെ കൊണ്ടുവന്നോ, ഞാനില്ല. പിള്ളേര് കളിയാണെന്ന് വിചാരിച്ചേ രാത്രി മുഴുവൻ ഉറക്കം ഉളച്ചിരുന്ന ശാസ്ത്രം അത്ര മനപ്പാടമാക്കി ഏകാഗ്രതയോടെ സ്ഥാനം കുറിച്ച് ചിലരുടെ കാര്യ ഈ സ്ഥാനം മാറ്റി ഞാൻ വേറെ സ്ഥലത്ത് മണ്ണ് മാന്തിയാലേ പൂർവികളുടെ ആത്മാക്കൾ പോലും എന്നോട് പൊറുക്കില്ല. വലിച്ചേ വേഗം പറയണം. ഈ സ്ഥാനത്ത് കുഴിക്കാനാണെങ്കിൽ മരണത്തെ പോലും ഭയപ്പെടാതെ ഞാൻ റെഡി. അല്ലെങ്കിൽ വേറെ ആളെ നോക്കിക്കോട്ടാ. ഒരു കാരണവശാൽ യുവമാരെ ഇവിടുന്ന് വിടരുത്. സ്ട്രോങ് ആയിട്ട് നിന്നോ. ഈ കാര്യം പറഞ്ഞിട്ട് അഡ്വാൻസ് തിരിച്ചു കൊടുക്കാതിരിക്കുക. വേഗം തീരുമാനം പറ. ഞാനിവിടെ കുഴിക്കണോ അതോ ഇവിടുന്ന് പോണോന്ന്? സുന്ദരകില്ലാടി ഇവിടുന്ന് തിരികെ പോയാൽ പിന്നെ ഒരിക്കലും നമുക്കിവിടെ ഒരു കിണറുണ്ടാവില്ല. അതുകൊണ്ട് ശകുനം നോക്കി അതനുസരിച്ചുള്ള തീരുമാനമെടുക്കാം. വെള്ളച്ചാമി, ശകുനം എന്താണെന്ന് നോക്ക്. കുടുങ്ങിയോ? എവിടെ കുടുങ്ങാൻ? ഇവന്മാരൊക്കെ പേടിച്ചു തൂറുകളല്ലേ. നമ്മൾ രക്ഷപ്പെട്ടെന്നേ. നാദവഴിയേ ചൊല്ല്. എന്തുവാ വാസുണ്ണ ഇതൊക്കെ? ഭ്രാന്ത് പിന്നെന്ത്? ആണസുരം, പെണ്ണ് ദേവം. നാദവഴിയാണ് ചൊല്ല്. ആദ്യം കേൾക്കുന്ന ശബ്ദം നാദം ഏത് വഴിക്കാണെന്ന് നോക്കുക. ആ ദിക്കിൽ നിന്ന് വരുന്നതാണ് ശകുനം. ആൺവർഗത്തിൽപ്പെട്ടതാണ് വരുന്നതെങ്കിൽ അസുരം. കിണറവിടെ കുഴിക്കേണ്ട, സുന്ദരകില്ലാടിക്ക് പോകാം. ഇനി പെൺവർഗത്തിൽപ്പെട്ടതാണ് വരുന്നതെങ്കിൽ പെണ്ണ് ദേവം. സുന്ദരകില്ലാടിയുടെ വാദമാണ് ശരി. കിണർ അവിടെ തന്നെ കുഴിക്കാം, തടസ്സമില്ല. മൗനമായി നിൽക്കുക. ഇനി വരുന്ന ശബ്ദം ഏത് വഴിക്കാണെന്ന് ശ്രദ്ധിക്കണം. ആ ദിക്ക്, ആ വഴി വരുന്നതാണ് നമ്മുടെ ശകുനം. ആ വഴിന്ന് ആൺവർഗത്തിൽപ്പെട്ട ഒരു മുട്ടനാടെങ്കിലും വന്നാൽ നമ്മൾ രക്ഷപ്പെട്ടു. പെണ്ണാടാണെങ്കിൽ കുടുങ്ങിയില്ലേ? ഒരു പൂവങ്കോയായാ മതിയായിരുന്നു.
ഉറപ്പിച്ച സ്ഥാനത്ത് തന്നെ കിണർ കുത്താനാ നിമിത്തം പറയുന്നത്. ആരാടാ പ്രദീപി അവള്? അവൾക്ക് വരാൻ കണ്ട നേരമേ മാറി. വരുന്നേ. ഇത് ദേവയാനി, ദേവൂന്ന് വിളിക്കും. സോമാജി വൈദ്യരുടെ വളർത്തുമകളാണ്. ഊരു ചുറ്റി മരുന്ന് വിൽപ്പനയും കഴിഞ്ഞ് അച്ഛനും മകളും കൂടെ ഗ്രാമത്തിലേക്ക് വരാൻ കണ്ട സമയം അസലായി. അതും പതിവില്ലാണ്ട് ദേവു കയറി മുമ്പിലങ്ങ് നടന്നു. ഇനിയിപ്പോ കില്ലാടി ഗണിച്ച സ്ഥലത്ത് തന്നെ കിണർ പണി തുടങ്ങാം. നല്ല നിമിത്തവുമായി ഞാൻ വന്നു. എന്നിട്ടും കിണർ കുത്തിക്കെന്താ ഒരു പേടി? അവന്റെ പേര് കിണർ കുത്തി എന്നല്ല, പിന്നെ പ്രേമചന്ദ്ര സുന്ദര കില്ലാടി. ഓഹോ, എന്തുവാ? പ്രേമചന്ദ്ര സുന്ദര കിണർ കുത്തി. ആരെയാണ് തമാശ കേട്ടോ? ദേവി ആരെയാണ് തമാശ കേട്ടോ? ഈ തമാശക്ക് പകരം ഈ കിണർ കുത്തി 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 ആദ്യത്തെ കുടം വെള്ളം എടുക്കുമ്പോ ഈ തമാശ ഇവിടെ തലയിലേക്ക് വെച്ച് തരാം. അതും വെച്ചോണ്ട് ഇവിടെ കിടന്ന് ഇങ്ങനെ തമാശ തമ്പുരാട്ട് കിടന്ന് ആടണം. ഒരു ദേവയാന. കഴുക്കോലൂത്തി ചട്ടുണ്ടാക്കണം ഇപ്പൊ തന്നെ. മണ്ണിളക്കുള്ള ഭൂമിയാ. ഇനി കുഴിക്കുന്നതിന് മുമ്പ് അരഞ്ഞാണം കട്ടയും സിമെന്റ് കൊണ്ടുപോവാ. മണ്ണ് കോരി മാറ്റാനും ആരെങ്കിലും ഒക്കെ വേണം. കേട്ടില്ലേ? കട്ടയും സിമെന്റും വേണം, മണ്ണ് മാറ്റാൻ ആളും. ആ കിണർ പണിയെ സ്വപ്നഭൂമി ആരെയും കിട്ടില്ല. ചെയ്യാനുള്ള 4 പേരോടങ്ങ് ചെയ്തു. എന്തേ? ആ ഭാഗത്തായതുകൊണ്ട് ഉത്തരവാദിത്തം കില്ലാടിയൊന്നും ഏറ്റെടുത്താൽ മതി. ഞങ്ങളെ കൊണ്ട് പറ്റില്ല. പറ്റില്ലെങ്കിൽ കിണറിന്റെ പണിയും വേണ്ട. വെള്ളം വരുമ്പോ എല്ലാവർക്കും കൂടി കോരി മോന്തി കുടിക്കാം, കുളിക്കാം. ഒരു ചുമട് മണ്ണെടുക്കാൻ പറഞ്ഞത് പറ്റില്ല. ഇതെന്തിനായോ? എവിടത്തെ ന്യായോ? ന്യായം പറയുന്നു വേണ്ട. രാജ്യത്തില്ലാത്ത റേറ്റ് കയറ്റി കച്ചവടം ഉറപ്പിച്ചപ്പോ ഇക്കാര്യം പറയാൻ നാക്ക് എവിടെ പോയി? നാക്ക് വായില്. എല്ലായിടത്തുള്ള കീഴൊഴുക്കാതെ. ഞാൻ വേറെ സ്ഥലത്താണ് സ്ഥാനം കണ്ടിരുന്നെങ്കിൽ എല്ലാവരും കൂടി ഉത്സാഹിച്ചോട് വരുമായിരുന്നല്ലോ. ഇപ്പൊ എവിടെയാണെന്ന് അറിഞ്ഞപ്പോ സ്വപ്നഭൂമിയിലെ മീശു കൊമ്പന്മാരും കൂടെ പേടിച്ചു പോയി അല്ലേ? എനിക്ക് ആളെ കിട്ടണം, എന്നാലും പണി നടക്കൂ. ഒറ്റ പണിക്ക് പോരുത്. വേറെ സ്ഥാനത്ത് കിണർ ഒഴിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞവനാ ഇവൻ. ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് ഒഴിയാൻ നോക്കുവാണ്. ഇവിടുന്ന് ആരും പണിക്ക് വരില്ല. പേടിയാണെന്ന് പറ. പണ്ട് തഹസിൽദാരി പോലീസിനെ കൊണ്ടുവന്നപ്പോ ചൂല് പോലെ ചെന്നല്ലോ 17 ആൾക്കാര്. ഇപ്പൊ എല്ലാവർക്കും പേടി, സർവത്ര പേടി. അങ്ങനെ നിങ്ങൾ ആരും പേടിച്ചിരിക്കാൻ ഞാൻ സമ്മതിക്കില്ല. വല്ലോടത്തുനിന്ന് വന്ന ഞാൻ ഒരുത്തൻ ഈ നാടിന് വേണ്ടി ചാവാൻ തയ്യാറായെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ചാവാം. വാ, ചാവാൻ തന്നെ വിളിക്കുന്നേ. നമുക്ക് ഒരുമിച്ച് ചാവാം. അല്ലെങ്കിൽ വേണ്ട, നിമിത്തം നോക്കാം. ഉടുക്കെടുക്ക്. മണ്ണ് വഴിയേ സൊല്ലേ. ഈ മണ്ണ് വലത്തോട്ട് വീണ് കഴിഞ്ഞാൽ ആരും പണിക്ക് വരണ്ട. ഇടത്തോട്ട് വീണാൽ പണിക്ക് വരണം. എടുത്തോട്ട് വീണു. പണിക്കുവാ. മണ്ണ് വഴി ഞങ്ങളെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ടാണ്.